ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പദയാത്ര സംഘടിപ്പിക്കുന്നു. മെയ് 4 മുതൽ 10 വരെയാണ് പദയാത്ര സംഘടിപ്പിക്കുന്നത്. മെയ് 10 പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിൽ നടക്കുന്ന സമാപന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായാണ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് 4 മുതൽ 10 വരെ പദയാത്ര സംഘടിപ്പിക്കുന്നത്. അഭിമാനകരമായ അസ്തിത്വത്തിന് എന്ന മുദ്രാവാക്യവുമായി സംഘടിപ്പിക്കുന്ന പദയാത്രയിൽ ഓരോ ദിവസവും 150ഓളം സ്ഥിരാംഗങ്ങൾ അണിനിരക്കും. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എ.കെ. നാസർ മാസ്റ്റർ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ്. അബ്ദുൽ സലാം, നാലകത്ത് ഷൗക്കത്ത് എന്നിവർ നയിക്കുന്ന പദയാത്രയിൽ സ്ഥിരാംഗങ്ങളെ കൂടാതെ ഓരോ പഞ്ചായത്തിൽ നിന്നും നിരവധി മുസ്ലിം ലീഗ് പ്രവർത്തകർ അണിചേരും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾ ജനങ്ങളുടെ സമാധാനപൂർണമായ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന പശ്ചാത്തലത്തിൽ ഇക്കാര്യങ്ങൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് പദയാത്ര നടത്തുന്നതെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. പദയാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ജാഥയുടെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് കൈക്കൊള്ളുന്ന ജനവിരുദ്ധമായ നിലപാടുകൾ തുറന്നുകാട്ടാൻ ഇന്ത്യയുടെ പൊതുവായ പശ്ചാത്തലത്തിൽ നടക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധവും അതുപോലെ തന്നെ ജനവിരുദ്ധവുമായ സമീപനങ്ങളെ തുറന്നുകാട്ടാനുമാണ് ഈ ജാഥ ഞങ്ങൾ നയിക്കുന്നത്. ഈ ജാഥയുടെ മുദ്രാവാക്യമായി മുസ്ലിം ലീഗ് എക്കാലവും ഉയർത്തിപ്പിടിച്ച അഭിമാനകരമായ അസ്തിത്വത്തിന് എന്ന മുദ്രാവാക്യം തന്നെയാണ് ഞങ്ങളിതിൻ്റെ ക്യാച്ച് വേർഡായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ 4 വർഷക്കാലത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനജീവിതം പൂർണ്ണമായും ദുസ്സഹമാക്കിയ ഒരു സാഹചര്യമാണ്. പഞ്ചായത്ത് ഭരണസമിതികളാകട്ടെ ഈ പെരിന്തൽമണ്ണയിൽ പ്രത്യേകിച്ചും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ വളരെ ഒരു തരത്തിലും ഒരു ദിഷണാപരമായിട്ടുള്ള ഒരു പദ്ധതികളോ ആ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റമോ സൃഷ്ടിക്കാൻ കഴിയാത്ത പരാജയമായ പഞ്ചായത്തുകളാണ് ഈ നിയമസഭാ മണ്ഡലത്തിൽ ഏറെയുമുള്ളത്. അപ്പോൾ അത്തരം പഞ്ചായത്ത് തലത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങളുടെ പാർട്ടിയെ സജ്ജമാക്കാനും പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താനും പ്രവർത്തകർക്കിടയിലേക്ക് കൂടുതൽ രാഷ്ട്രീയ സന്ദേശം എത്തിക്കാനും പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനും കൂടിയാണ് ഈ ജാഥ ഉദ്ദേശിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ വികസനം തടയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നടപടി യാത്രയിലൂടെ ജനങ്ങളെ അറിയിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ജാഥ ക്യാപ്റ്റൻ എ.കെ. നാസർ മാസ്റ്റർ പറഞ്ഞു. ഇന്നേറെ പ്രസക്തമായ മുസ്ലിം ലീഗിൻ്റെ എക്കാലത്തെയും മുദ്രാവാക്യമാണ് അഭിമാനകരമായ അസ്തിത്വത്തിന് എന്നുള്ളത്. ആ ഏറെ പ്രസക്തമായിട്ടുള്ള മുദ്രാവാക്യം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ ശബ്ദദിന പദയാത്ര നടക്കുന്നത്. മാത്രമല്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇവിടെ വിശദീകരിച്ചു. വെറുപ്പിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിച്ചുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന BJPയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുമൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെയുള്ള ശക്തമായ താക്കീതായിട്ടാണ് ഈ ജാഥ മാറാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് ജീവിതം ദുസ്സഹമാകുന്ന രൂപത്തിലുള്ള ഭരണവുമായി മുന്നോട്ട് പോകുന്ന മാർക്സിസ്റ്റ് സർക്കാരിനെതിരെയുള്ള ശക്തമായിട്ടുള്ള താക്കീതും ഈ ഒരു സമരത്തിൻ്റെ ഈ ഒരു പദയാത്രയുടെ ഭാഗമായിട്ട് എല്ലാ ഭാഗത്തും ഉയർന്നു. മെയ് 4 പുലാമന്തോൾ പഞ്ചായത്തിലെ പാലൂരിൽ നിന്ന് ആരംഭിക്കുന്ന പദയാത്രയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്ത് സംസാരിക്കും. മെയ് 10 പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിൽ നടക്കുന്ന സമാപന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. നജീബ് കാന്തപുരം MLA, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എ.കെ. നാസർ മാസ്റ്റർ, ജനറൽ സെക്രട്ടറി എസ്. അബ്ദുൽ സലാം, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ.കെ. മുസ്തഫ, നാലകത്ത് ഷൗക്കത്ത്, ദളിത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശശിധരൻ മണലായ, സുബൈർ മാസ്റ്റർ, തെക്കത്ത് ഉസ്മാൻ, അസീസ് കൊളക്കാടൻ, ബഷീർ വട്ടപ്പറമ്പ് എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.